നമസ്കാരം. കുട്ടികളിൽ എക്സിമ പോലത്തെ കണ്ടീഷൻസിൽ അമൃതം പൊടി അല്ലെങ്കിൽ ഹെൽത്ത് മിക്സ് പൗഡേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ അമൃതം പൊടി എന്ന് പറയുന്നത് 6 മാസം മുതലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗോതമ്പുണ്ട്, കപ്പലണ്ടി, കടല, പഞ്ചസാര, സോയ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഫുഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും റാഷസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് ഫുഡിൽ നിന്നാണ് അലർജി വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ അമൃതം പൊടി ആയാലും ഹെൽത്ത് മിക്സ് പൗഡർ ആയാലും, ഹെൽത്ത് മിക്സ് പൗഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ കണ്ടന്റ് അതിലുണ്ടാവും. അതായത് എല്ലാ പിള്ളേർക്കും നമുക്ക് ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതായത് ഡയറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ ഡേറ്റ്, ഏത് ഫുഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്തെങ്കിലും അലർജി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യണം. ഉദാഹരണത്തില് അമൃതം പൊടിയിലത്തെ ഒരു കണ്ടന്റ് ആയ ഗോതമ്പ്, നമ്മളിപ്പോ ഗോതമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കുട്ടിക്ക്, അപ്പോൾ അന്നത്തെ ഡേറ്റ് ഇടണം. ഗോതമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തെങ്കിലും അലർജി ഉണ്ടായോ, അതായത് എന്തെങ്കിലും ചൊറിച്ചിലുണ്ടായോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റാഷസ് ഉള്ള കുട്ടികളാണെങ്കിൽ ആ റാഷസ് കൂടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചുവപ്പ് കളറോ അങ്ങനെ എന്തെങ്കിലും ആ ഫ്ലയേഴ്സ് വല്ലതും ഉണ്ടായോ, അല്ലെങ്കിൽ ഛർദി, വയറിളക്കം ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടായോ എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഹെൽത്ത് മിക്സ് പൗഡേഴ്സോ അമൃതം പൊടിയോ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഫുഡിൽ നിന്നാണ് അലർജി ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ ബെറ്റർ നമുക്ക് ഇങ്ങനത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് ഏതെങ്കിലും സിംഗിൾ ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, താങ്ക് യു.